നമസ്കാരം. വിമാനമൊക്കെ പിടിച്ച് ഡൽഹിയിൽ പോയി സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് മുന്തിയ ഹോട്ടലിലൊക്കെ താമസിച്ച് ഇന്ത്യൻ യുവതയ്ക്ക് വേണ്ടിയിട്ടും വിശിഷ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും പോരാടുന്ന സമരഭടന്മാർക്ക് ഒരു വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ എന്തായാലും നീറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ മലയാളികളുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഈ മീഡിയ പേഴ്സൺസ് കവർ ചെയ്യുന്ന സമയത്ത് ഇവരോട് മൈക്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്ന എന്താ പരിപാടിയും ചോദിക്കുമ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് നീറ്റ് അല്ല, എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് അല്ല. ഇവരുടെ മനസ്സിൽ 10-12 വർഷമായിട്ട് ഒരു നീറ്റലും പുകച്ചിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നീറ്റാണ്. അപ്പോൾ എന്തായാലും എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം, എന്താണ് ഈ നീറ്റ്, ഇതൊന്ന് സവിസ്തരം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം മലയാളികൾക്ക് വിശിഷ്യ, കാരണം ഇവിടുത്തെ സെലിബ്രിറ്റീസ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സമയത്തോ പോലീസ് കോൺസ്റ്റബിളിന്റെ സമരത്തിന്റെ സമയത്തോ അതുപോലെ ഒട്ടനവധി സമരങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ വായിൽ പഴം തിരികിയിരുന്ന ഒരുപാട് പേര് ചാടി എഴുന്നേറ്റ് വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ചിലവർ ഇവിടുന്ന് വിമാനം പിടിച്ച് അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോ ഒഴുകുന്ന ഫണ്ടിന്റെ പവർ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നേപ്പാളിലുമൊക്കെ ഉണ്ടായത് ഇന്ത്യയിലും നടക്കുമെന്ന് ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന ജോർജ് സോറസിന്റെ ഫണ്ട് വാങ്ങി തിരികെ തിന്ന് കൊഴുക്കുന്ന കുറെ നായ്ക്കൾ ഈ നാട്ടിലുണ്ട്. അവരോടൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് നിങ്ങൾ ഒന്നാണെന്നുണ്ടെങ്കിൽ 10,000 വരുന്ന ദേശസ്നേഹികളാണ് കേട്ടോ അപ്പുറത്ത്. വല്ലാതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അതുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് ഈ നീറ്റ് ഉണ്ടാകുന്നത്? ഒരു 1985 ശേഷം ഒരു 2012 വരെ ഈ രാജ്യത്തെ മെഡിക്കൽ വിഭാഗം എന്ന് പറഞ്ഞാൽ അതിപ്പോ MBBS ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹോമിയോ, മറ്റ് സ്ട്രീമുകളിലുള്ള മെഡിക്കൽ വിഭാഗത്തിലേക്കുള്ള കംപ്ലീറ്റ് എൻട്രൻസ് നടത്തിയിരുന്നത് 2 ഏജൻസികളാണ്. ഒന്ന് CBSE ആണ്, രണ്ടാമത് നമ്മളുടെ അതത് സംസ്ഥാനങ്ങളുടെ മെഡിക്കൽ ബോർഡുകൾ അല്ലെങ്കിൽ ഈ എൻട്രൻസ് നടത്തുന്ന ബോർഡുകളാണ്. അപ്പൊ 85% അതത് സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ 15% CBSE എക്സാമിൽ നിന്നുമാണ് അലോട്ട്മെന്റ് വന്നിരുന്നത്. ജിപ്മർ അതുപോലെ എയിംസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ നിലയ്ക്ക് ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഇതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ പല സ്റ്റേറ്റുകളിലും നടന്നതിന്റെ വെളിച്ചത്തില് 2012-13 കാലഘട്ടത്തിൽ 13ലാണ് ആദ്യമായിട്ട് നീറ്റ് എക്സാം നടക്കുന്നത്. നീറ്റ് എന്ന് പറയുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഓൾ ഇന്ത്യ ബേസിസിൽ എല്ലാ സ്ട്രീമിലേക്കുമായിട്ട്, ആയുഷ് അടക്കമുള്ള എല്ലാ സ്ട്രീമിലേക്കുമായിട്ട് പരീക്ഷ നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന അലോട്ട്മെന്റ് നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ 2013 മെയ് മാസത്തിൽ ആദ്യ വാരത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നീറ്റ് എക്സാം നടക്കുന്നത്. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് UPA ആണ്. അപ്പോ ഇത്തരം ഒരു ടെസ്റ്റ് നടന്നതിന് ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെല്ലൂര് മെഡിക്കൽ മിഷൻ CMC ഹോസ്പിറ്റലാണ് അതിനെതിരെ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ജൂലൈ 18 എന്റെ ഓർമ്മ. സുപ്രീം കോടതി 2013 നീറ്റ് എക്സാമിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടിയിട്ട് അന്ന് നടത്തിയ എക്സാമിന്റെ സാധുത ഇല്ലാതായി. അന്ന് ആരും ഇവിടെ കോൺഗ്രസോ BJPയോ കമ്മ്യൂണിസ്റ്റോ പാറ്റ പാർട്ടിയോ ഈച്ച പാർട്ടിയോ പഴുതാരയോ ആരും സുപ്രീം കോടതിയിലേക്ക് ഈ കണ്ട കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയില്ല. അന്ന് 3 അംഗ ബെഞ്ചില് 2:1 2 പേര് അനുകൂലിക്കുകയും ഒരാള് പ്രതികൂലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അങ്ങനെ ആ എക്സാം ക്യാൻസൽ ചെയ്തു, പഴയപടി തുടർന്നു. CBSEക്കായിരുന്നു പിന്നീട് അത് നടത്താനുള്ള ചുമതല. അങ്ങനെ 2013 ശേഷം 14, 15, 16 കാലഘട്ടങ്ങളിലൊക്കെ ഈ CBSE എക്സാമുകളാണ് നടന്നു വന്നിരുന്നത്. 16ൽ ഇതേ സുപ്രീം കോടതി നീറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നുള്ള വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. അത് 5 അംഗ ബെഞ്ചായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നീറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആവുകയും വലിയ മാറ്റങ്ങളിലൂടെ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ ആദ്യം CBSEക്കായിരുന്നു അതിന്റെ എക്സാം നടത്താനുള്ള അതോറിറ്റി എങ്കിൽ NTA നാഷണൽ ടെസ്റ്റ് ഏജൻസി എന്ന് പറയുന്ന NTA 2018-19 കാലഘട്ടത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കൈമാറുകയാണ് ചെയ്തത്. എന്നിട്ടാണ് പിന്നെ ഇപ്പോൾ കാണുന്ന നീറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള എക്സാം നടക്കുന്നത്. ഇപ്പോ ജിപ്മറും അതുപോലെ തന്നെ എയിംസ് പോലും നീറ്റിൽ നിന്നാണ് അലോട്ട്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്, ചെറിയൊരു അറിവ്.
അങ്ങനെ ഇത് ഭംഗിയായിട്ട് നടക്കുന്നു. ഒരു വലിയ മാറ്റം സംഭവിച്ചതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഇനീഷ്യലി ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ അത് റൺ ചെയ്തു പോകുന്നു. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നു, എഴുതുന്നു. കൃത്യമായിട്ട് അവരുടെ ടെസ്റ്റ് എലിജിബിലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച്, ആ ടെസ്റ്റിന്റെ മാർക്കുകൾക്കനുസരിച്ച് യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അലോട്ട്മെന്റുകൾ കിട്ടുന്നു. അങ്ങനെ 2024 ഘട്ടത്തിൽ ഒരു ഹക്ക് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെങ്കിൽ അതത് വിദ്യാഭ്യാസ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തലേദിവസം അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്നത് അന്ന് രാവിലെ വരെ കക്ഷത്ത് വെച്ചിട്ട് അന്നൊരു ദിവസം കൊണ്ട് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് അവിടെ നിന്ന് തയ്യാറാക്കി പല ഘട്ടത്തിലൂടെ കടന്നുപോയി എക്സാം നടക്കുന്ന ഒരു സ്കൂളില് അതിന്റെ സ്ട്രോങ് റൂമിൽ എത്തുന്നു. അവിടെ എത്തിയിട്ട് 24 കഥയാണ് കേട്ടോ പറയുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ആ പ്രിൻസിപ്പാള് ആ സ്ട്രോങ് റൂം തുറന്ന് ഇതിന്റെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചിത്രമെടുക്കാൻ ഒരാളെ അനുവദിക്കുകയും അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ആ എക്സാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോ 26 ഇതുപോലെ തന്നെ ഒരു കുൽക്കർണി എന്ന് പറഞ്ഞിട്ടൊരു കെമിസ്ട്രി അധ്യാപകൻ, ഇത് ലോക്കൽ ലാംഗ്വേജിലും ഈ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ അദ്ദേഹം മറാഠയിലേക്ക് പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആളാണ്. അദ്ദേഹം ഇതുപോലെ അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് സെന്റർ ഒക്കെ ഉണ്ട്, നമ്മുടെ തൃശ്ശൂരും പാലയിലും ഒക്കെ ഉള്ള ബ്രില്യൻസ് ഒക്കെ പോലത്തെ ടെസ്റ്റ് സെന്റർ ഉണ്ട്. അവിടേക്ക് ഈ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു. മെയ് 3-ാം തീയതിയോ മറ്റോ ആണ് ഈ ടെസ്റ്റ് നടക്കുന്നത്, നീറ്റ് ടെസ്റ്റ് നടക്കുന്നത്. 3-4 ദിവസങ്ങളൊക്കെ അപ്പുറം മെയ് 5-6 ആയപ്പോഴേക്കും തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് NTA ഇത് മനസ്സിലായി, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് അതിനെതിരെ ആക്ഷൻ എടുത്തു. CBIക്ക് കേസ് കൈമാറി. CBI അതിന്റെ അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 13ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കുൽക്കർണി അടക്കമുള്ള ആൾക്കാരെ. അപ്പോ ഇത്തരത്തിൽ ചോർന്ന പേപ്പർ ആയതുകൊണ്ട് ആ ചോദ്യപേപ്പറിന്റെ എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ജൂലൈയിലോ ജൂണിലോ വീണ്ടും ടെസ്റ്റ് നടത്താൻ ഓർഡർ ഇട്ടു. ആ ടെസ്റ്റ് നടത്തി 20 ലക്ഷം കുട്ടികൾ അതിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തതിന്റെ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് അനാലിസിസ് കഴിഞ്ഞ് ഏതാണ്ട് 56% ആൾക്കാർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. അവരിത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ആ സമയത്താണ് പൊടുന്നനെ ഇവിടെ നീറ്റ് എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്, എക്സാമുകൾ അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭവുമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു 1-2 പരിപാടികൾ രാജസ്ഥാനിലെ കോട്ടയിലും അതുപോലെ തന്നെ ഗുവാഹത്തിയിലോ മറ്റോ ഇതിനെതിരെ ഒരു വലിയ കുട്ടികളുടെ ഗാദറിംഗ് ഒക്കെ അദ്ദേഹം സംഘടിപ്പിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 പരിപാടി അദ്ദേഹം നടത്തി. ബാക്കി വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് കുറെ ആൾക്കാരെ ഡൽഹിയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അവന്മാർക്ക് നീറ്റിന്റെ ഫുൾ ഫോം പോലും അറിയില്ല, നീറ്റെന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിയാത്ത കുറെ എണ്ണം അവിടെ വന്ന് തല്ലിപ്പൊളിക്കലും ബഹളൊക്കെ ആയപ്പോ ചുട്ടടിയടിച്ചു. അടിക്കും, ഇനിയും അടിക്കും. ഈ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചുട്ടടിയടിക്കും. ആ അടി കിട്ടിയത് മുഴുവൻ കോക്രോച്ച് ജനതാ പാർട്ടിക്കാണ്, അല്ലെങ്കിൽ ആ ബാനറിൽ വന്ന ആൾക്കാർക്ക്. അത് രാഹുൽ ഗാന്ധിക്ക് നൊന്തു. രാഹുൽ ഗാന്ധിയുടെ ഷോയാണ് പിന്നെ. അപ്പോൾ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസുകാരോടും ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുള്ളത്, ആക്ച്വലി നിങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർക്ക് അടി കിട്ടിയതാണോ നിങ്ങളുടെ പ്രശ്നം, അതോ നീറ്റാണോ നിങ്ങളുടെ പ്രശ്നം? നീറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് വരേണ്ട കാര്യമില്ല. അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു. 1-2 പരിപാടി നടത്തി, ഇല്ല എന്ന് പറയുന്നില്ല. ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ആൾ വിളിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പല കുറി ഇദ്ദേഹം ഇതിൽ നിന്ന് തെന്നിമാറുകയാണ്. അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് പിന്നെ സ്ഥിരബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പറയുന്നത് നാളെ പറയണം എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇതിനെതിരെ ഈ ലാത്തി ചാർജിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. ഈ എന്താ പറയാ കേസ് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? വേസ്റ്റ് ഓഫ് ടൈം. സുപ്രീം കോടതിയുടെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ 2ാമത്തെ ടെസ്റ്റ് നടത്തിയത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി സുപ്രീം കോടതിയിലേക്ക്. നടക്കില്ല എന്ന് പറഞ്ഞു. NTAക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോൾ ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികളെ അതും ഇതും പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ മതം പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ സെപ്പറേറ്റിസം പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയം പോകുന്നുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഡൽഹിക്ക് വിട്ട് അടി മേടിച്ച് അതിന്റെ
മറ്റേ ഗ്യാപ്പിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ അട്ടിമറിക്കാനെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നടക്കില്ല, യാതൊരു സംശയവും വേണ്ട. ഈ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നേറുകയാണ്, ലോകത്തെ 4ാമത്തെ മറ്റേ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി. ഈ രാജ്യത്തെ ഏതാണ്ട് 25ഓളം കോടി വരുന്ന ആൾക്കാർ പട്ടിണിയിൽ നിന്ന് മറ്റേ മുക്തി നേടി. ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എയർപോർട്ടുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റേ IT ഹബ്ബുകൾ തുടങ്ങി ലോകം ഉറ്റുനോക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ വേഗത്തിൽ വളരുന്ന സമ്പത്ത് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴില് ഞങ്ങൾ ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള കൂറുള്ള കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന് ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നാൽ അതിനിറങ്ങാനും നമ്മൾ മടിക്കില്ല. അപ്പോ ഈ കോക്രോച്ച് പാർട്ടിക്കൊക്കെ ഒരു ഹിറ്റ് അത്രയെ ഈ ലാത്തി ചാർജിനെയൊക്കെ കണക്കാക്കണ്ടു. രാഹുൽ ഗാന്ധി പല സമരവും പറയും, ഇവിടുത്തെ മാധ്യമങ്ങൾ പലതും പറയും. അതിപ്പോ CAA സമരത്തിനും ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ സമയത്തും മുത്തലാഖ് മറ്റേ നിരോധിച്ച സമയത്തും അതുപോലെ തന്നെ കർഷക സമരത്തിന്റെ സമയത്തൊക്കെ ഇവരിങ്ങനെയാ പറഞ്ഞത്, മോഡി വീഴുന്നതും നോക്കി വായും പൊളിച്ച് മുളക്കി നോക്കി കിടന്നോ, നേരം വെളുക്കുമ്പോ എണീറ്റ് പണിക്ക് പോകോട്ടാ. അപ്പൊ ഓക്കെ.